ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് തിലകൻ ചേട്ടന്റെ പണ്ടത്തെ വീഡിയോസ് ആണ്. തിലകനിസം അതാണ് പറയേണ്ടത്. ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ മനുഷ്യൻ പണ്ട് വിളിച്ചു പറഞ്ഞതാണ് ഈ സൊസൈറ്റിയോട്. ഒരു കൂട്ടം ആളുകൾ, നമ്പർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിലകൻ സാർ എന്ന്, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തൊഴിൽ നിഷേധിക്കുന്നു. തൊഴിൽ നിഷേധിക്കാൻ ഇവരാര്? ഒരാളുടെ തൊഴിൽ നിഷേധിക്കാൻ ഇവരാര് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും തിലകൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സൊസൈറ്റി വെരി അൺഫോർച്ചുനേറ്റ്ലി തിലകൻ ചേട്ടനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. കാരണം തിലകൻ ചേട്ടൻ ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഒപ്പോസ് ചെയ്ത് നിന്നത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകളെയാണ്. ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ ഫാൻസ് വെറുതെ വിടൂ? ഇല്ല. അപ്പം എന്താണെങ്കിലും തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലേക്കും പഴയ തിലകൻ ചേട്ടൻ്റെ വീഡിയോയിലേക്കൊക്കെ നമുക്ക് വരാം. ഇന്ന് ഹരീഷ് പേരടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടൻ്റെ ആത്മാവാണോ എന്നൊരു സംശയം ഉണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി ഒന്ന് തിലകൻ ചേട്ടൻ്റെ ആത്മാവാണോ സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നതുപോലെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. കാരണം അദ്ദേഹം ഇത് വളരെ മുന്നേ വിരൽ ചൂണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. ആ സംഭവം ഇവിടെ ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പോൾ ഒരുപക്ഷെ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലൻ്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഓരോ വ്യക്തിയും, ഓരോ മുതിർന്ന പൗരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ ഉണ്ട്. അതിൽ ശരിയുണ്ടാകാൻ തെറ്റുണ്ടാകും, എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഇത് എനിക്ക്. ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്മിറ്റികളൊക്കെ പുറത്തു വരണം. ആരാണ് ഈ ഇങ്ങനത്തെ ഒരു നിഴൽ കമ്മിറ്റി? ഇവരൊക്കെ ഭരിക്കുന്നുണ്ട്, അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഹരീഷ് പേരടി പറഞ്ഞുള്ള വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് ഞാനും നിങ്ങളും അടക്കം, നമുക്കൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ചീറ്റ് ചെയ്താലോ, നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേടി സിനിമാക്കാരുടെ ഇടയിൽ, ഇനി എത്ര വലിയ വമ്പന്മാരാണെന്നുണ്ടെങ്കിലും നല്ലൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അവർ ചെയ്ത വൃത്തികേടുകൾ പൊളിച്ചെടുക്കുന്ന രീതിയിലൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പം അത് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം കൂടി സിനിമ, ഇവിടുത്തെ രാഷ്ട്രീയം, മതം, കുറച്ച് ബിസിനസ്സുകാരും കൂടി അവിടെ ഒരു കോക്കസ് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തരം കളിയും കളിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഗിമിക്കുകൾ ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ പറഞ്ഞത് വളരെ ക്ലിയറാണ് ഹരീഷ് പാരടി. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ഈ പവർ ടീം അടക്കമുള്ള ആളുകൾ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി തിലകനിസം. ഞാൻ പറഞ്ഞല്ലോ, തിലകനിസമാണ് ഇപ്പോൾ വൈറൽ. തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നും ആളുകൾ എടുത്തു വെച്ച് വീഡിയോ കണ്ട് വീണ്ടും ഡിസ്കഷൻ പോയിന്റുകളാവുന്നത് തിലകൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും നോക്കാം. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എന്താണോ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്, സെയിം എക്സാക്ട് തിങ് പവർ ടീം എന്ന് ഇവിടെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്നു. തിലകൻ ചേട്ടൻ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഇതൊരു മാഫിയാണ്, ഇതൊരു എന്താ പറയുക, ആളുകളുടെ തൊഴിലില്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ തീരുമാനത്തിൽ മാത്രം റൺ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇതിനെ മാറ്റണം. ഈ ഇൻഡസ്ട്രിയിൽ ഇത് മതി, അവരല്ലാതെ വേറൊരു ശബ്ദം ഇവിടെ വേണ്ട. അവർ പറയുമ്പോൾ പറയുന്നത് ചെയ്യണം. അവർ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല. അവർ വേണ്ട എന്ന് പറഞ്ഞ ഒരാളെ പിന്നെ ഇൻഡസ്ട്രിയിൽ കയറ്റുകയില്ല. അവർക്ക് വേണ്ട ആളുകൾക്ക് കൈ നിറച്ച് വർക്ക്. ഇത് തന്നെയല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറഞ്ഞ്, കോംപ്രമൈസ് ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ വർക്ക്, കോംപ്രമൈസ് ചെയ്യാത്തവർ ഫീൽഡ് ഔട്ട്. തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പറഞ്ഞത്. അതുപോലെ തന്നെ ഫെഫ്കയിലും ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു.
അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല എന്നൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കും. ഇതൊരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണ് ഈ അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫെഫ്ക. അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആ ഒരു വെൽഫെയർ അല്ലേ, ലൈക്ക് ആ സംഘടന രൂപീകരിക്കുമ്പോൾ ആ തൊഴിൽ ആരൊക്കെ ചെയ്യുന്നോ അവരൊക്കെ ഒന്നിച്ചു വരുന്നു, ഒരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, ലൈക്ക് അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഇവിടെ AMMA സംഘടന സിനിമാ നടന്മാർ നടിമാർ അവരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ബട്ട് അപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട് എല്ലാത്തിൻ്റെയും മുകളിൽ കുറച്ച് ആളുകൾക്ക്. അവർ മാത്രം തലപ്പത്തിരിക്കും, അവർ മാത്രം തലപ്പത്ത് വരും, അവർ മാത്രം അതിൻ്റെ തലപ്പത്ത് മാറി മാറി കളിക്കും. അവർ പറയുന്നവർക്ക് മാത്രം ജോലി, അവരനുസരിക്കുന്നവർക്ക് മാത്രം ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാം എന്നുള്ള ടേംസ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഈസി അല്ലേ കാര്യങ്ങൾ, അല്ലേ? പിന്നെ വളരെ ഈസിയാണല്ലോ. അപ്പോൾ അത് തിലകൻ ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം ആ സംസാരം എല്ലാം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്താണ്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ, ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്. ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു. അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. ഇതാണ് തിലകൻ എന്ന് പറഞ്ഞത് ബ്രാൻഡ്, ദ ഫയർ ബ്രാൻഡ്. അങ്ങേര് ഓൾറെഡി പറഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളും അങ്ങേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. AMMA അസോസിയേഷൻ, അതിലെല്ലാവരെയും അല്ല പറയുന്നത്, ചില ആളുകൾ. അസോസിയേഷൻ നല്ലതിനാണ്, വെൽബീയിങ്ങിനാണ്. അവിടെ ഒരുപാട് നല്ല ചാരിറ്റിയും കാര്യങ്ങളും പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്, ഇനി മുന്നോട്ട് നടക്കട്ടെ. പക്ഷെ ചില ആളുകളെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ ചില ആളുകളെ സംതൃപ്തിപ്പെടുത്തി മാത്രം മുന്നോട്ട് പോകാൻ
സാധിക്കുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് തിലകൻ ചേട്ടൻ വന്ന് എല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ അന്നത് ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ ഇതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു, വൈഡ്ലി ഷെയർ ചെയ്യുന്നു, എല്ലാം തിലകനിസമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു വീഡിയോയും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഒരു 4 മിനിറ്റ് അടുപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. മലയാളത്തിലൊരു നടൻ ആത്മഹത്യ ചെയ്ത സമയത്ത് തിലകൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങാണ് തോന്നുന്നു, ആ ടൈമിൽ പോയിട്ട് സംസാരിച്ചതാണ്. അപ്പം അന്നത് ആത്മഹത്യ ആണോ അതോ കൊലപാതകമാണോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പഴയ ന്യൂസുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ തിലകൻ ചേട്ടൻ ഇതിൽ പറയുന്നുണ്ട്, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി ഒരാളെ സൈഡാക്കുക, തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഒരാളെ പറ്റ ഇല്ലാതാക്കുക, റോക്ക് ബോട്ടത്തിൽ കൊണ്ടുവന്ന് തട്ടിയിടുക. ആ പരിപാടി കാണിക്കുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ലൈഫിൽ വേറെ വഴിയില്ല. കാരണം അഭിനയിക്കാൻ അറിയുന്ന ഒരാൾ, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പല നടന്മാരുടെയും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുടെയും എന്താ പറയുക അടിയാളന്മാരായിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയില്ലെങ്കിൽ, അവർ പറയുന്നത്, അവരെ ചൊൽപ്പടിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ റെഡി ആയില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ വഴിയില്ല, ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സിനിമ എന്നല്ല എവിടെയും, അതിനി മലയാളത്തിലൊന്നും വിചാരിക്കേണ്ട, ഹിന്ദിയും തമിഴും അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെയുള്ള നടന്മാർക്ക് അത്രത്തോളം പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു 15 അംഗ ടീമിന് അത്രയും പവർ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അതും കൂടി നിങ്ങളൊന്ന് കണ്ടു. അത് കണ്ടതിന് ശേഷം തിലകൻ ചേട്ടൻ്റെ മകള് ഇന്ന് കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പത്രമാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അതും കൂടി നോക്കാം. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക്, 1ാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു, അങ്ങ് നിൽക്കുന്നത് ശ്രീനാഥല്ലേ? പുള്ളി എന്താ എന്നെ കണ്ടിട്ട് അവിടെ വായിരിക്കുന്നത്, ഇങ്ങോട്ട് വരാത്തത് എന്താ? അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണ്? അത് അമ്മയുടെ പെരുമാറ്റം, അച്ഛനുള്ള പെരുമാറ്റം. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന, നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന. അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് സാരമില്ല, ഇനി വരാൻ പറ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത്. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് പുറത്ത് പറഞ്ഞാൽ? ചേട്ടാ, നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ശ്രീനാഥിൻ്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിലെ പോട്ടെ, അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞവിടെ വന്നവർ, അതിലൊരാള് പൂജപ്പുരക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോൾ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത്, ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു, മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ. എന്താണ് ഇവർക്ക്? അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം? അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി. മറ്റൊരു സംശയം എനിക്കുണ്ടായത്, കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ്. എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത്? ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അതും ഫോറൻസിക്കിൽ.
എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറേ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. അവർ മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഇതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായി. തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത്. തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കോടതിയിൽ പോകുന്നു, പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ശ്രീനാഥ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ടറിന്റെ മരണവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ തിലകൻ ചേട്ടൻ പറഞ്ഞ ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇതിലും അദ്ദേഹം പറയുന്നുണ്ട് AMMA അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ അവരുടെ തീരുമാനങ്ങൾ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ വിലക്കി മാറ്റി അയാൾക്ക് വേറൊരു വഴിയില്ലാത്ത രീതിയിൽ അയാളെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കളികൾ, ഇതിനെക്കുറിച്ചിട്ട് അന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞു വെച്ചതാണിത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതൊരു സൈഡിലാണ് നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും ഒരു വനിത പരാതി നൽകാൻ തയ്യാറായാൽ ഉചിതമായ നടപടി ഉണ്ടാകും. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്ന് ആലോചിക്കണം. റിപ്പോർട്ട് ഓൾറെഡി 1 കോടി ചില്ലറ രൂപ മുടക്കിയിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും പൊതുഖജനാവിൽ പബ്ലിക്കിൻ്റെ പൈസ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിനകത്ത് ഒരാളുടെ പേരുമില്ല, ഒരു മനുഷ്യൻ്റെ പേരുമില്ല. പ്രമുഖ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പേരിടാൻ പറ്റും. എന്ത് ജോൺ ഹോനായി, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടക്കൽ ശേഖരൻ, മമ്പ്രം ബാവ, ഹൈദർ മരയ്ക്കർ, കടയാടി ബേബി, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരിട്ട് പോവുക. കാരണം ഇവരൊക്കെ അഭിനയിച്ച സിനിമയുടെ ക്യാരക്ടറിൻ്റെ പേരുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രമുഖർ എന്നുള്ള കാറ്റഗറിന് ഇങ്ങനത്തെ പേരുകളിൽ മാറ്റാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ലടേ പൊതുജനത്തിന്. നമ്മൾ കഴുതാള്. കാരണം ഈ ഭരിക്കുന്നവർക്കും ഈ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നവർക്കും ഒക്കെ പ്രൊട്ടക്ഷൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഉളുപ്പില്ലാത്ത ചില അധികാര വർഗങ്ങളിൽ അധികാരികൾ, കുറച്ച് ആൾക്കാർ, ഉളുപ്പ് ലെവലേശം നാണമാനം ഉളുപ്പില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കാശ് നക്കി തുടച്ച് തിന്നണമെന്നേ അവർക്കുള്ളൂ. ആരുടെ കാല് നക്കിയാലും അവരുടെ പോക്കറ്റിൽ കാശ് വരണം എന്ന് മാത്രം. അവരുടെ കുടുംബം, അവരുടെ ഇത് മാത്രം, കൂട്ടക്കാരും കുടുംബക്കാരും മാത്രം നല്ല രീതിയിൽ പോകണം. അവരുടെ പോക്കറ്റിലേക്ക് മാത്രം കാശ് വരണം. ആരെ കാല് വേണമെങ്കിൽ നക്കാന്നുള്ള രീതിയിലുള്ളവർ അവരെന്ത് ചെയ്യുന്ന അറിയോ? പ്രൊട്ടക്ട് ചെയ്യാൻ പോകും ഇതേപോലുള്ളവന്മാരെ. ഈ റിപ്പോർട്ടിനകത്ത് വെരി ക്ലിയർ ആയിട്ട് വിത്ത് എവിഡൻസ് ആണ് പലരും എന്ത് ചെയ്തിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവർക്ക് സംഭവിച്ച, അവരനുഭവിച്ച കാര്യങ്ങൾ പോയി പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിങ്ങൾ ഇതൊക്കെ ആയിട്ട് വാ എന്നാൽ ഞങ്ങൾ കേസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കഴുതകളാണെന്നാണോ മുഖ്യമന്ത്രിയുടെ വിചാരം? പൊതുജനം കഴുതയാണോ? നിങ്ങൾ ചെയ്തത് നല്ല പ്രവൃത്തി എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഈ നല്ല പ്രവൃത്തി നല്ല പ്രവൃത്തിയായി മാറുന്നത് എപ്പോഴാണ്? ഇതിനൊരു എൻഡ് റിസൾട്ട് വേണം. ഇപ്പം കാഫിർ പ്രശ്നം ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മുക്കാൻ വേണ്ടിയിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൊണ്ട് വന്നതാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട്. കാരണം അതാണ് മുങ്ങിപ്പോവും. മുല്ലപ്പെരിയാർ മുങ്ങിപ്പോവും, കാഫിർ പ്രശ്നം മുങ്ങിപ്പോവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാക്കാരുടെ ജീവിതവും സിനിമാക്കാരുടെ ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ചാനലുകളും പൊതുജനമൊക്കെ സിനിമാക്കാരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 4 വർത്താനൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനിടയിൽ കൂടി മുല്ലപ്പെരിയാറും സ്കൂട്ടടിക്കുക, കാഫിർ പ്രശ്നവും സ്കൂട്ടടിക്കുക, എല്ലാം മുഖ്യനെ അങ്ങോട്ട് സ്കൂട്ടടിച്ച് പോകാൻ പറ്റൂല്ലോ ഭരിക്കുന്നവർക്കും. അതിനുവേണ്ടി ചില മാധ്യമങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റുപിടിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പേരുകൾ എവിടെ മുഖ്യ പേരുകൾ? പണ്ട് ഉമ്മൻചാണ്ടി സാറിന് കൊടുക്കാത്ത ഒരു ലക്ഷറി, ഇത് ലക്ഷറിയാണ്. സ്ത്രീകൾക്കെതിരെ ഇത്രത്തോളം മോശമായ ഹീനമായ പ്രവൃത്തി ചെയ്തവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പേര് വെളിയിൽ വിടാതെ. ആ മനുഷ്യനെ അവിടെ എന്താ പറയുക, ജയിലിൽ ഇരുന്നിട്ട് ആ പെണ്ണുമ്പിള്ള കത്തെഴുതിയെന്നും പറഞ്ഞു. അതോ അവരെത്ര കേസിലെ പ്രതിയാണ്? അവർ കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് അയാളെ ജീവിതം
ഇല്ലാതാക്കി അങ്ങേരെ എന്താ പറയുക മരിക്കുന്ന സമയത്തൊക്കെ മോശം സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു അല്ലേ? കൊള്ളാടെ. ഇന്നിപ്പോ ഞാൻ എന്താ മറുനാടൻ നിന്ന് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തോന്നിട ഇത്. കാരണം ഇത്രയൊക്കെ എന്താ പറയുക മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തവരുടെ പേര് പുറത്തു പറയാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെ കോമാര് നിർത്തിപ്പൊരുക്കിയിരുന്നു. സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ട് പുറം ലോകം അറിയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയല്ലേ? ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത്? ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പീഡകന്മാരുടെ വിശദാംശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? ആ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നാൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്ന് ഭയന്നിട്ടാണോ? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിന് ഇത്രമാത്രം രഹസ്യം കൽപ്പിക്കുന്നത്? ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ അന്ന് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവിടെ പ്രസക്തമാവാത്തത് എന്ന ചോദ്യം. 100-ലധികം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഒരു യുവതി സ്വന്തം പേര് പോലും മറച്ചു വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ കയറി എന്നതിൻ്റെ പേരിൽ മാത്രം ഇല്ലാത്ത അഴിമതിയും ലൈംഗിക ചൂഷണവും ചുമത്തി നിങ്ങൾ അദ്ദേഹത്തെ അട്ടിമറിച്ചു, അദ്ദേഹത്തെ രോഗിയാക്കി എന്ന് മാത്രമല്ല, അധികാരത്തിലെത്തിയതിനു ശേഷം മന്ത്രിസഭ യോഗം ചേർന്ന് ഒരുതരം പ്രതികാര വാഞ്ചയോടെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തത് മറക്കരുത്. 2018 മുതൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും ഒരു തെളിവും കണ്ടെത്താത്തത് കൊണ്ട് CBIക്ക് വരെ വിട്ടുകൊടുത്തു പിണറായിയുടെ പോലീസ്. ജയിലിൽ കിടന്നുകൊണ്ട് തട്ടിപ്പ് കേസിൽ പ്രതി എഴുതിയ ഒരു കത്ത് അവർ പലതവണ മാറ്റി മാറ്റി പറയുന്നു. പല നേതാക്കളുടെയും പേര് ഉൾപ്പെടുത്തുന്നു. അതിൽ ഒടുവിൽ പുറത്തുവിട്ട കത്തിൽ മാത്രം അവർ എഴുതി ചേർത്തു എന്ന് പറയുന്ന പേരിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം അടക്കം ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആവേശത്തോടുകൂടി പത്രസമ്മേളനത്തിൽ അത് വിളിച്ചു പറയുകയും ചെയ്ത പിണറായി, നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ സിനിമാ മേഖലയിലെ ലൈംഗിക മനോരോഗികളുടെ പേര് വെളിപ്പെടുത്തിയാൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പറയാൻ. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണോ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത്, എന്താണോ ഇവിടുത്തെ ബിസിനസ് ജയൻസ് തീരുമാനിക്കുന്നത്, എന്താണോ ഇവിടുത്തെ സിനിമാക്കാരും അല്ലാന്നുണ്ടെങ്കിൽ ഈ മത നേതാക്കന്മാരും തീരുമാനിക്കുന്നത്, ഇവരുടെ വിരൽ തുമ്പിൽ കിടന്ന് ആടുകയാണ് ഇവിടുത്തെ പബ്ലിക്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് ചാനലുകാർ, എല്ലാ ചാനലും പറഞ്ഞാൽ കുറച്ച് ചാനലുകാരുണ്ട്, ഇവർക്ക് അനുസരിച്ച് തുള്ളും. ഇങ്ങോട്ട് ചാടറ കുഞ്ഞിരാമ, അങ്ങോട്ട് ചാടറ കുഞ്ഞിരാമ. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോലുള്ളവരെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളൊക്കെ ഏത് രീതിയിലും കേസിട്ട് ഇവന്മാരെ ആത്താക്കാനുള്ള പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് ആത്താക്കും. ഏത് വഴിക്കും നോക്കിക്കൊണ്ട് നിൽക്കും. ഏതെങ്കിലും ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പിടിച്ച് നമ്മളെന്ത് ചെയ്യും, തള്ളിപ്പിടിച്ച് ആത്താക്കും. ഇനി തിലകൻ സാറിൻ്റെ മകൾ ഇന്ന് വന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നേരിട്ട കുറേ പ്രശ്നങ്ങൾ. ഈ സംഘടന ഉണ്ടാകുന്നതിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെല്ലാവരും നടന്മാരായിരുന്ന സമയത്ത് ഇവരൊക്കെ തമ്മിൽ വളരെയധികം സ്നേഹമായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ വരികയും വളരെ സിമ്പിളായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാനൊരു 2-ലോ 3-ലോ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയായിരുന്നു അവരുടെ ഇൻട്രാക്ഷൻസ് അത് എനിക്കറിയാം. അതിനുശേഷം സംഘടന രൂപീകരിച്ച് ഇവർ താരങ്ങളായതിനു ശേഷമുള്ള പെരുമാറ്റം, പിന്നെ ഇവർ ദൈവങ്ങളായതിനു ശേഷമുള്ള പെരുമാറ്റം, ഇതെല്ലാം നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നീടുണ്ടായ മാറ്റത്തിലൊന്നാണ് ഈ സംഘടനയുടെ രൂപീകരണം. ഈ രൂപീകരണം ഇതിൻ്റെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി കുറച്ച് പേർക്ക് ചാരിറ്റി ചെയ്യുകയും പിന്നെ അതേപോലെ ഈ ഇത് കൊടുക്കത്തില്ലേ, പ്രായമായവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇവരുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എല്ലാവരെയും നിശബ്ദരാക്കുക, ഇവർ ഭരിക്കുക, ഇവർ പറയുന്നവർ സിനിമ എടുക്കുക, ഇവരെ എതിർക്കുന്നവരെ പുറത്താക്കുക, വെട്ടിനിരത്തുക, ഇതൊക്കെ തന്നെയാണ് അതിൽ നടത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാത്ത രീതിയിലേക്ക്, ഒരു ജനാധിപത്യം ഇല്ലാത്തൊരു സംഘടനയാണ് അത്. ദുരനുഭവം മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ,
പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തിലകൻ സാറുള്ള സമയത്ത് അങ്ങേരെ ഇവരെന്ത് ചെയ്തു, ഒരു വഴിക്കാക്കി. തിലകൻ സാർ മരിച്ചതിന് ശേഷം തിലകൻ സാറിന്റെ മകളടുത്ത് വരെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു അപ്രോച്ച് നടത്താൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ട്. ഇത് ഇവരും പേര് പറയുന്നില്ല. ഇവര് പേര് പറയാത്തത് പോട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വിടണമെന്ന് WCCക്ക് അഭിപ്രായമില്ല. സ്വകാര്യത മാനിക്കപ്പെടണം. രേവതി എങ്ങനെ ഇരിക്കുന്നു? എന്ത് സ്വകാര്യത? ഇതിലെന്ത് സ്വകാര്യതയാണ്? അങ്ങനെ സ്വകാര്യത മാനിക്കപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ പൈസ ഇരിക്കുന്ന പൊതുഖജനാവെന്ന് 1,06,55,000 രൂപ മുടക്കിയിട്ടല്ല റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടിയിരുന്നത്. മനസ്സിലായ? സിനിമാക്കാരുടെ ഇടയിൽ തന്നെ അതിന് ഫണ്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് പൈസ കണ്ടിട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ പൊതുജനങ്ങളെ ഞങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് ഞങ്ങൾ കൈയടിച്ചും ഞങ്ങൾ വിസിലടിച്ചും ഞങ്ങൾ ഇത്രയും കാലം സിനിമാ തിയേറ്ററിൽ കയറി കണ്ട പൈസയ്ക്കാണ് ഇവിടെ ഒരു സിനിമാക്കാരിയോ ആയിട്ടുള്ളത് അല്ലേ? അപ്പം ഞങ്ങൾക്കത് അറിയാനുള്ള എല്ലാ അർഹതയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കാശിൽ നിന്ന് എടുത്തിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പൊതുജനത്തിന് അറിയണം. ഇല്ലെങ്കിൽ പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും ഈ കണ്ണുകൂടി കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ വന്ന് കരയരുത്. ഏത് ഈ റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ മോഹൻലാലിനെ പറയുന്നത്, മമ്മൂട്ടിയെ പറയുന്നത്, നിങ്ങൾ സുരേഷ് ഗോപിയെ പറയുന്നത്, നിങ്ങൾ എന്തിനാ മറ്റേ ദിലീപിനെ പറയുന്നത്? അത് പറയരുത്. പിന്നെ മനസ്സിലായ? പൊതുജനം പറയും. പേരെവിടെ? പേരില്ലല്ലോ. പേര് പുറത്ത് വിടാൻ പറ്റില്ല. ഇനി നാളെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ ഒക്കെ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ജയിലിൽ കൊണ്ടുപോകുന്നു, പോലീസ് സ്റ്റേഷനിൽ ക്യാമറ പിന്നാലെ പോകുന്നു, നിർത്തുന്നു, ഇരുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ വരുന്നു, വലിച്ച് കീറലുകൾ നടക്കൂലോ. ഇപ്പോൾ ഒരാൾക്ക് പേരില്ല. എന്തേ? ഏലിയൻസ് ആണോ അവിടെ ഈ പേരില്ലാത്തവന്മാർ? അവർക്ക് പേരില്ലേ? ഐഡൻറ്റിറ്റി ഇല്ലേ? ഏലിയൻസ് ആണ്, അന്യഗ്രഹജീവികളായിരിക്കും അല്ലേ ഈ ഇതൊക്കെ ചെയ്തുണ്ടാക്കി വെച്ചതൊക്കെ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊന്നും എവിടെ എത്താൻ പോകണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാഫിർ മുങ്ങിപ്പോയി, മുല്ലപ്പെരിയാറും മുങ്ങിപ്പോയി. ഇപ്പം എല്ലാവരും കൂടി ഈ റിപ്പോർട്ടിൻ്റെ പിന്നാലെയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഞാനും നിങ്ങളും അടക്കം നമ്മൾ തന്നെ ഇടയിൽ അവിടെ പോയിരുന്ന് പടവും കണ്ട് കൈയടിച്ച് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ സ്റ്റാറുകളെ സൂപ്പർ സ്റ്റാറുകളാക്കും. വീണ്ടും നമ്മളെ ഇടയിൽ തന്നെ ഈ എന്താ പറയുക സോ കോൾഡ് ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ നടൻ്റെ അത്, മറ്റേ നടൻ്റെ അത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും തമ്മിൽ. പ്രോപ്പറായിട്ട് വിത്ത് എവിഡൻസ് റിപ്പോർട്ടായ സമയത്ത് ആർക്കും പേരും നാളും ഊരുമില്ല. എന്ത് കഥയല്ലേ?